എൻ്റെ സഹോദരങ്ങളെ, ഈ തലമുറയിൽ കർത്താവിനും സഭയ്ക്കുമായി സാക്ഷ്യം നൽകുവാൻ പരിശുദ്ധാത്മാവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. വി ആർ ചോസൻ. നമ്മൾ ആത്മാവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മൾ അവിചാരിതമായി ഈ ശുശ്രൂഷയിലേക്ക് വന്നവരല്ല. നമ്മൾ ഓരോരുത്തരും കർത്താവിനാൽ വിളി ലഭിച്ചവരാണ്. വിളിക്കപ്പെടാതെ ആർക്കും കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചെയ്യാൻ സാധ്യമല്ല. ഇന്ന് പതിനായിരങ്ങളാണ്. ഒത്തിരി കുടുംബങ്ങളുണ്ട്, സമർപ്പിതര്, വന്യവൈദികര്, യുവജനങ്ങള്, ഏകാവസ്ഥര്, ദമ്പതിമാര്. എന്തുമാത്രം ധീരതയോടെയാണ് അനേകർ കർത്താവിൻ്റെ വേല ചെയ്ത് സഭയെ ശക്തിപ്പെടുത്തുന്നത്, ലോകസുവിശേഷവൽക്കരണത്തിൽ പങ്കാളികളാകുന്നത്. അനേകം ആത്മാക്കളെ ഈ നാളുകളിൽ കർത്താവിനായി നേടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവരെ ഓർത്ത് ഹൃദയം തുറന്ന് കർത്താവിനെ സ്തുതിക്കുകയാണ്. എത്ര മനോഹരമായ ശുശ്രൂഷയാണിത്. പൗലോസ് പറയുന്നുണ്ട്, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമാണ്. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഞാനത് വിശ്വസിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാനത് ഏറ്റുപറയുകയാണ്. കർത്താവിൻ്റെ വചനവുമായി ഈ തലമുറയിൽ നിലകൊള്ളുക എന്നുള്ളത് എത്ര എത്ര കൃപയുടെ ജീവിതമാണ്. അതുകൊണ്ട് പരിശുദ്ധ വചനം പറയുന്നത് അതെത്ര സുന്ദരമാണ്. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കുന്ന, കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന, കർത്താവിനെ സാക്ഷ്യം നൽകുന്നവരുടെ പാദങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം എത്ര മനോഹരമാണ്. പത്രോസ് പറയുന്നുണ്ട്, ദൈവദൂതന്മാര് പോലും അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുവാൻ കൊതിക്കുകയാണ്. കാരണം ഈ ഇവാഞ്ചലൈസേഷൻ, ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തത് ദൂതന്മാർക്കല്ല, മുഖ്യ ദൂതന്മാർക്കല്ല. മിഖായേലിനും ഗബ്രിയേലിനും റാഫേലിനും സുവിശേഷം പറയാൻ പറ്റില്ല. സുവിശേഷം പ്രഘോഷിക്കുവാൻ കർത്താവ് ആരെയാണ് ചുമതലപ്പെടുത്തിയത്? തൻ്റെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ സ്വന്തം ജനത്തിനാണ് കർത്താവ് ഈ നിയമനം തന്നിരിക്കുന്നത്. ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. എൻ്റെ സഹോദരങ്ങളെ, അത് കർത്താവിൻ്റെ രക്ഷ സ്വീകരിച്ച എനിക്കും നിങ്ങൾക്കുമുള്ള ദൗത്യമാണ്. മലാഖമാർക്ക് അത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്ര ഉന്നതരാണ്. ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നാളുകൾ നമുക്കറിയാം, കർത്താവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുന്ന ഈ നാളുകൾ. നമ്മൾ ലോകരാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇന്ന് കാണുന്ന ഈ മാറ്റങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും, ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും തീവ്രവാദങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും മതപീഡനങ്ങളും വിശ്വാസത്യാഗങ്ങളും പാപമ്ലേച്ഛതകളുടെ വർധനവും വഴിവിട്ട അരാജകത്വങ്ങളൊന്നും അവിചാരിതങ്ങളല്ല, കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ അടയാളങ്ങളാണ് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഈ അടയാളങ്ങളിലൂടെ എല്ലാം പരിശുദ്ധാത്മൻ എന്താ നമ്മോട് പറയാനുള്ളത്? ദൈവ ശുശ്രൂഷകൾക്കായി അനേകർ സഭയിൽ എഴുന്നേൽക്കേണ്ട സമയമാണിത്. വ്യക്തിപരമായി കർത്താവിനെ സാക്ഷ്യം നൽകുവാനുള്ള സമയം, കുടുംബമായി കർത്താവിനെ ഉയർത്തുവാനുള്ള സമയം, സമൂഹമായി കർത്താവിൻ്റെ വചനത്തിനായി നിലകൊള്ളേണ്ട കൃപയുടെ നാളുകളാണിതെന്ന് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് തരികയാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവിൻ്റെ നാമത്തെ പ്രതി, ഈശോയെ പ്രതി ഒരു ചെറുവിരൽ ഇങ്ങോട്ട് നോക്കി നമ്മുടെ ഈ ചെറുവിരൽ അനക്കിയാൽ അതിനു പോലും പ്രതിഫലമുണ്ട്. ദൈവ ശുശ്രൂഷയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ പോലെ പ്രതിഫലം കിട്ടുന്ന മറ്റൊരു ശുശ്രൂഷ, മറ്റൊരു വേല ഈ ലോകത്തിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിക്കാനില്ല. അത്രയും മഹത്തരമാണ് സുവിശേഷ വേല, ദൈവരാജ്യ ശുശ്രൂഷ. അത് വ്യക്തിപരമായി എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിനും ഞാനുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ എൻ്റെ തലമുറകളിലേക്ക് ഈ കൃപ ഒഴുകപ്പെടുകയാ, ഈ അഭിഷേകം ഒഴുകപ്പെടുകയാ. അതിനാൽ സഹോദരങ്ങളെ, ദൈവ ശുശ്രൂഷ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഈ ലോകത്തിൽ ലഭിക്കണമെന്നില്ല, നമുക്ക് അംഗീകാരം ലഭിക്കണമെന്നില്ല, സമൂഹത്തിൽ നമുക്കൊരു മാന്യത, ഒരു സ്റ്റാറ്റസ് ലഭിക്കണമെന്ന്. ഇതാ വരുന്നു ഉപദേശി, ഇതാ വരുന്നു പല പല കളിയാക്കലുകള്, അപമാനിതമായ വാക്കുകളൊക്കെ കേൾക്കേണ്ടി. ഇവൻ പ്രാർത്ഥനക്കാരനാണ്, ഇവൻ 24 മണിക്കൂറും വചനമാണ്,
എന്തൊരു ജീവിതമെന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും. എൻ്റെ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ചിലപ്പോൾ മാന്യത കിട്ടണമെന്നില്ല, അംഗീകാരം കിട്ടണമെന്നില്ല, ബഹുമതി കിട്ടണമെന്നില്ല, അർഹിക്കുന്ന പ്രതിഫലം നമുക്ക് ലഭിച്ചു എന്ന് വരില്ല. എന്നാൽ ഞാനും നീയും ചെയ്യുന്ന ഈ ശുശ്രൂഷകൾക്ക് കൃത്യമായി കർത്താവിൻ്റെ കയ്യിൽ പ്രതിഫലമുണ്ട്. അത് കൂടുകയും കുറയുകയുമില്ല. തക്ക കൂലി, നമ്മുടെ അധ്വാനത്തിന് തക്ക കൂലി, തക്ക പ്രതിഫലം നമുക്ക് നൽകപ്പെടുമെന്ന് പരിശുദ്ധ വചനത്തിൽ ആത്മാവ് നമ്മോട് സംസാരിക്കുക. പൗലോസിനെ സഭയെ അറിയിക്കുന്നുണ്ട്. കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വചനം, പരിശുദ്ധ വചനം പറയുന്നു, നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ്. ജോലിക്ക് തക്ക കൂലി, ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കും. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വേല ആര് ചെയ്യുന്നവോ, പ്രായം കർത്താവ് നോക്കുന്നില്ല, വിദ്യാഭ്യാസം നോക്കുന്നില്ല, നമ്മുടെ കഴിവുകൾ നോക്കുന്നില്ല, മാനുഷിക വൈഭവങ്ങൾ നോക്കുന്നില്ല. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയവരെ, കർത്താവിനെ സാക്ഷ്യം നൽകുവാൻ ജീവിതം സമർപ്പിച്ചവരെ, നമുക്കുള്ള മെസ്സേജായത്. എത്ര കുടുംബങ്ങളാ കർത്താവിനായി സമർപ്പിക്കപ്പെട്ടത്, എത്ര സമർപ്പിതരാണ്. ഒത്തിരി ബഹുമാനത്തോടെ എൻ്റെ അമ്മമാരെ നിങ്ങളോട് സംസാരിക്കുന്നത്. എത്രയെത്ര സമർപ്പിത ജീവിതങ്ങൾ അവരുടെ കൗമാരി യൗവനം കർത്താവിനും വചനത്തിനുമായി ഏൽപ്പിച്ചു കൊടുത്ത് ലോകത്തിൻ്റെ സുഖങ്ങളെല്ലാം അവർ വിട്ടുപേക്ഷിച്ച് ആയിരക്കണക്കിന് 10,000-കണക്കിന് സമർപ്പിതർ ഇന്ന് ദൈവവചനത്തിന്റെ തീനാവുകളായി കർത്താവിന്റെ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതുപോലെ അനേകം വന്യ വൈദികര് എത്രയോ ഏകാവസ്ഥ ജീവിതം നയിക്കുന്നത്. അവർക്ക് പഠിപ്പും കഴിവും മാനുഷിക ശേഷിയും ഇല്ലാഞ്ഞിട്ടല്ല, അവർ കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്തു. ആ ജീവിതത്തിലൂടെ അവർ വചനത്തിന് സാക്ഷ്യം നൽകുകയാണ്. എത്ര അത്ഭുതകരമായ ജീവിതങ്ങൾ ഇതൊക്കെ. തക്ക കൂലി ലഭിക്കും. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത്, എല്ലാവരും ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചിരിക്കണം. സുവിശേഷ വേലയ്ക്കുള്ള പ്രതിഫലം നമ്മൾ കാണുകയാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 39-ാമത്തെ വചനം, 10:39. യേശു പറഞ്ഞു, സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി, കർത്താവിനെ പ്രതി, വചനത്തെ പ്രതി ആരെല്ലാം സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നുവോ അവർ അത് കണ്ടെത്തും. എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു തിരുവചനമാണ്. പലപ്പോഴും ദൈവശുശ്രൂഷകളിൽ വരുന്ന ചില സഹനങ്ങളുണ്ട്, അപമാനങ്ങളുണ്ട്, മനസ്സിൽ പോലും അറിയാതെ നമ്മൾ കേൾക്കുന്ന ചില അപവാദങ്ങളുണ്ട്, അപഖ്യാതികൾ. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥകളുണ്ട്. കൊടിയ നൊമ്പരങ്ങളും മാനസിക വേദനകളൊക്കെ ഈ ശുശ്രൂഷകളിലുണ്ട് സഹോദരങ്ങളെ. ഇതത്ര ഈസിയായ ഒരു കാര്യമല്ല. പരിശുദ്ധ വചനം പറയാ, കർത്താവിനെ പ്രതി, കർത്താവിന്റെ വചനത്തെ പ്രതി ആരെല്ലാം എന്തൊക്കെ നഷ്ടപ്പെടുത്തിയോ, എൻ്റെ ദൈവത്തിന്റെ പൈതലേ, പ്രിയ സഹോദര സഹോദരി, നീ സമയം നഷ്ടപ്പെടുത്തിയോ കർത്താവിനെ പ്രതി, നിന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തിയോ. ഞാൻ അടുത്ത ദിവസങ്ങളിലെല്ലാം ഈ ദൈവ ശുശ്രൂഷകർക്കുള്ള ധ്യാനങ്ങളായിരുന്നു. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി പലപ്പോഴും. കാരണം വളരെ വർഷങ്ങളായി കർത്താവിൻ്റെ വേലയിൽ കഠിനാധ്വാനം ചെയ്ത് രോഗികളായി തീർന്ന പല ശുശ്രൂഷകൾ ഞാൻ കണ്ടുമുട്ടി. ഞാൻ അവരെ ഓർത്ത് എൻ്റെ കർത്താവിന് നന്ദി പറയും. ഞാൻ അവരെ ഏറെ ബഹുമാനത്തോടെ ആദരിക്കുകയാണ്. കർത്താവിനെ പ്രതി ആരോഗ്യം നഷ്ടപ്പെടുത്തിയവരെ, അവരവിടെ ആരോഗ്യം നോക്കിയില്ല, ചത്തുകിടന്ന് അവർ അധ്വാനിച്ചു, നേരത്തിന് ഭക്ഷണം കഴിച്ചില്ല, പലപ്പോഴും ജാഗരണങ്ങൾ, പലപ്പോഴും വിശപ്പ് സഹിച്ചു, രാത്രി കാലങ്ങളിൽ അനേകം ഉറക്കം വിളിച്ചു, ജാഗരണങ്ങൾ നടത്തി, പലപ്പോഴും പല പല ടൈം സോണിലോട്ട് പോയി, പല രോഗങ്ങൾ പിടികൂടി. ഇതെല്ലാം ദൈവവചനത്തെ പ്രതിയായിരുന്നു, കർത്താവായ യേശുവിനെ പ്രതി. പ്രിയ സഹോദര സഹോദരി, നീ ആരോഗ്യം നഷ്ടപ്പെടുത്തിയോ? നിന്റെ സാധ്യതകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? ലോക സുഖങ്ങൾ നഷ്ടപ്പെടുത്തി. നമ്മൾ പല സുഖങ്ങൾ വേണ്ടെന്ന് വെച്ചത് നമുക്ക് ആ സുഖങ്ങൾ അനുഭവിക്കുവാനുള്ള കഴിവില്ലാതെയല്ല. നമ്മൾ മദ്യപിക്കാത്തത്, പുകവലിക്കാത്തത്, കഞ്ചാവടിക്കാത്തത്, അവിഹിത വേക്ഷകളിലേക്ക്, അശുദ്ധ ബന്ധങ്ങളിലേക്ക്, നൈമിഷികമായ ശരീരത്തിന്റെ ഭോഗേച്ഛകളിലേക്ക് നമ്മൾ പലരും കടന്നു പോകാത്തതിന് കാരണം നമുക്കത് ആസ്വദിക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, കർത്താവിനെ പ്രതി, കർത്താവിന്റെ പരിശുദ്ധമായ വചനത്തെ പ്രതിയാണ്. ഈ ലോക സുഖങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചത് ഈശോ പഠിപ്പിക്കുക,
ഇതെല്ലാം ആരെല്ലാം ഇത് നഷ്ടപ്പെടുത്തിയോ അവർക്ക് പ്രതിഫലമുണ്ട്. അവരുടെ കുടുംബത്തെ നഷ്ടപ്പെടുത്തി, ഭാര്യയോടും ഭർത്താവിനോടും സഹോദരി സഹോദരങ്ങളോട് മക്കളോട് ഒക്കെ കൂടെ ഇരിക്കേണ്ട സമയം കർത്താവിനെ പ്രതി നഷ്ടപ്പെടുത്തിയത് എത്രയെത്രയും മിഷണറിമാരാണ്. കുടുംബം അവർ മാറി നിന്ന് വേല ചെയ്യാണ്, എല്ലപ്പോഴും കുടുംബത്തിലേക്ക് വരുന്നു. എത്ര സമർപ്പിതര് കുടുംബം നഷ്ടപ്പെടുത്തി, എത്ര വൈദികര് കുടുംബം നഷ്ടപ്പെടുത്തി, എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോയി. അവരെ ലോകത്തിന്റെ പല ദിക്കുകളിൽ, കുറെ പേര് ആഫ്രിക്കയിൽ, കുറെ പേര് യൂറോപ്പിൽ, കുറെ പേര് അതുപോലെ നമ്മുടെ ഇന്ത്യയിലോട്ട് നോക്കി സെൻട്രൽ ഇന്ത്യ, നോർത്ത് ഇന്ത്യയില്, നോർത്ത് ഈസ്റ്റില് ഉടപ്പിറപ്പുകളെയും സ്നേഹിതരെയും കുടുംബത്തെയെല്ലാം ഇട്ടെറിഞ്ഞ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോയിരിക്കുക, കർത്താവിന് സാക്ഷ്യം നൽകാൻ. എന്റെ സഹോദരങ്ങളെ, യേശു പഠിപ്പിച്ചു, എന്നെ പ്രതി നിങ്ങൾ എന്തൊക്കെ നഷ്ടപ്പെടുത്തിയോ അതെല്ലാം നഷ്ടപ്പെടലുകളല്ല, വലിയ ലാഭങ്ങളാണ്, അതിനെല്ലാം പ്രതിഫലമുണ്ടെന്ന് നമ്മുടെ കർത്താവ് പഠിപ്പിക്കുകയാണ്. വിശ്വസിച്ച് ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. അതുകൊണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവ ശുശ്രൂഷയെ പ്രതി നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. പിശാച് പലപ്പോഴും നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്ത് നേടി നീ? നിന്റെ ജീവിതത്തിൽ നീ എന്ത് നേടി? നിന്റെ കുടുംബം എന്ത് നേടി? നിനക്ക് പ്രായം ഇത്രയായില്ലേ? നിന്റെ സുഹൃത്തുക്കളെ നോക്ക്, നിന്റെ ബന്ധുക്കളെ നോക്ക്, നിന്റെ പ്രിയപ്പെട്ടവരെ നോക്ക്. അവരൊക്കെ എന്തോരം നല്ല നിലയിലെത്തി, അവരൊക്കെ എന്തോരം ഉന്നതി പ്രാപിച്ചു. നിനക്ക് എന്ത് നേടാൻ പറ്റി? നിന്റെ കുടുംബത്തിന് എന്ത് നേടാൻ പറ്റി? നീ എല്ലാം നഷ്ടപ്പെടുത്തിയില്ലേ? ഇനി എന്ത് നേടാനാ? പലപ്പോഴും ചില നെഗറ്റീവ് ചിന്തകൾ കൊടുത്ത് പല ശുശ്രൂഷകരും ഇന്ന് സുവിശേഷ വേലയിൽ മങ്ങിപ്പോകുന്നുണ്ട്, ഒരു മടുത്തു പോകുന്നു, അറിയാതെ നിരാശിതരാകുന്നു, വിഷാദത്തിൽ പെട്ടുപോകുന്നു. ഇതൊരു ചുഴിയാണ് സഹോദരങ്ങളെ. ഈ ചുഴിയിൽ നിന്ന് കരകയറാൻ പറ്റാതെ വേദനിച്ച് ബുദ്ധിമുട്ടുന്ന പല ശുശ്രൂഷകരെയും ഞാൻ ഈ നാളുകളിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. എൻ്റെ സഹോദര സഹോദരി, ഇത് നമുക്കുള്ള പരിശുദ്ധാത്മാവിന്റെ ആലോചനയാണ്. ആത്മാവ് സംസാരിക്കുന്ന സമയം. നീ നിരാശപ്പെടണം. നിരാശയുണ്ട്, വിഷാദമുണ്ട്, സഹനമുണ്ട്, ദുഃഖമുണ്ട്, ദുരിതമുണ്ട്, കഷ്ടപ്പാടുണ്ട്. പക്ഷെ കർത്താവിന്റെ വചനം മാറിപ്പോവില്ല. ആകാശം ഭൂമിയും മാറിയാലും എൻ്റെ വചനം മാറിപ്പോകില്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ സത്യവചനമാണിത്. അവർക്ക് പ്രതിഫലമുണ്ട്, അവരത് കണ്ടെത്തും. ഇത് ഈശോയുടെ വചനമാണ്, ഈശോയുടെ വചനം. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ വചനം പറയുന്നത്, പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുക. റോമാക്കാർക്ക് ഇത് ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വചനം, റോമൻസ് ചാപ്റ്റർ 4:4. സ്വരമുയർത്തിയ വചനം വായിച്ച്, ജോലി ചെയ്യുന്നവന്റെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല അവകാശമായിട്ടാണ്. കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരെ പുറകിൽ കഷ്ടപ്പാടും കണ്ണീരുണ്ട്, നമുക്കറിയാം. ആ ശുശ്രൂഷകള് കർത്താവ് സ്വീകരിക്കുന്നത് ദാനമായിട്ടല്ല, അവകാശമായിട്ടാണ്. അവിടുന്ന് ഈ അവകാശം തന്നു വീട്ടും. നമ്മുടെ സമയം കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ, ദൈവവചനത്തിനായി നൽകുമ്പോൾ, നമ്മുടെ ആരോഗ്യമാകാം, നമ്മുടെ കുടുംബമാകാം, നമ്മുടെ സാധ്യതകളാകാം, അവസരങ്ങളാകാം, സ്വാധീനങ്ങളാകാം, എന്തുമാവട്ടെ, നമ്മൾ കർത്താവിനായി നൽകുമ്പോൾ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. നമ്മൾ കർത്താവിനെ കടം കൊടുക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിനെയാണ് നമ്മൾ കടം കൊടുക്കുന്നത്. പരിശുദ്ധ വചനം പറയുന്നുണ്ട്, നമ്മുടെ കടക്കാരനായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അവിടുന്ന് ആ കടങ്ങളെല്ലാം വീട്ടു. കർത്താവ് ഈ കടങ്ങളെല്ലാം വീട്ടും. പ്രിയ ദൈവത്തിന്റെ പൈതലേ, അത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. നമ്മുടെ തലമുറകളിലേക്ക് അളവില്ലാത്ത കൃപകൾ കർത്താവ് പകരും. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായ അനുഗ്രഹങ്ങള് പരിശുദ്ധാത്മാവ് നൽകും. തലമുറകളിലേക്ക് കൃപ ഒഴുകും. നമ്മുടെ തലമുറകളെ മാനിച്ചുയർത്തും. അവകാശമായിട്ട് തക്ക കൂലി കർത്താവിന്റെ കയ്യിലുണ്ട്. ഇതെല്ലാം തന്നു വീട്ടുന്ന ഒരു ഗ്ലോറിയസ് ഡേ, ഒരു മഹത്വപൂർണമായ ദിനം കർത്താവിന്റെ കയ്യിലുണ്ട്. എന്റെ സഹോദരങ്ങളെ, നമ്മൾ നിരാശപ്പെടരുത്. കർത്താവിന്റെ ശുശ്രൂഷ ചെയ്ത് എനിക്ക് എവിടെയും എത്താൻ പറ്റിയില്ല, ഞാൻ ഒന്നും നേടിയില്ല, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി, എല്ലാം എനിക്ക് നഷ്ടങ്ങളായിരുന്നുവെന്ന് നമ്മൾ ആരും ചിന്തിക്കരുത്. കർത്താവ് വിശ്വസ്തനാണ്,
വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. കർത്താവിനെ വിശ്വസ്തയിൽ നീ വിശ്വസിക്കുക. നിന്റെ നഷ്ടപ്പെടലുകൾക്ക് പ്രതിഫലമുണ്ട്. അതെല്ലാം വലിയ ലാഭങ്ങളാണെന്ന് പരിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുക. കരമടിച്ച് കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു. കൃപയൊഴുകട്ടെ, അഭിഷേകം നിറയട്ടെ. അതുകൊണ്ട് കർത്താവ് പഠിപ്പിച്ചത് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 29, 30 വചനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളെ വചനം വായിച്ച്. ലൂക്കായുടെ സുവിശേഷം 18, 29, 30 വചനം. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി വീടിനെയോ ഭാര്യയെയോ ഭർത്താവിനെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാപിതാക്കളെയോ മക്കളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്തു തന്നെ അവ അനേക മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനവും. ഹല്ലേലൂയ. എത്ര ശക്തമായ വചനമാണിത്. പലപ്പോഴും നമുക്ക് ഈ വചനത്തിന്റെ പൊരുള് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കർത്താവ് പഠിപ്പിക്കുക, എന്നെ പ്രതി, എൻ്റെ വചനത്തെ പ്രതി നിന്റെ കുടുംബം, നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്, നിന്റെ മക്കള്, നിന്റെ സഹോദരിമാര്, നിന്റെ സഹോദരങ്ങള്, ഇതിനെല്ലാം നഷ്ടപ്പെടുത്തുമ്പോൾ അവർ ഉപേക്ഷിക്കാനല്ല പറയുന്നത്. അവരോടുകൂടെ ആയിരിക്കേണ്ട സമയം, അവർക്കായി ചെലവഴിക്കേണ്ട നിന്റെ കഴിവുകൾ, നിന്റെ സാധ്യതകൾ, നിന്റെ അവസരങ്ങൾ, നീ അത് പലപ്പോഴും എൻ്റെ മഹത്വത്തിനായി, എൻ്റെ വചനത്തിൻ്റെ സാക്ഷ്യത്തിനായി എനിക്ക് നീ നൽകുമ്പോൾ കർത്താവ് പറയാ, ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി പ്രതിഫലം ലഭിക്കും. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും, ഇറ്റേണൽ ലൈഫ്. എത്ര മഹത്തരമായ ശുശ്രൂഷയിലാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മളായിരിക്കുന്നത്. ഇത്രമാത്രം പ്രതിഫലമുള്ള മറ്റൊരു വേല ഈ ലോകത്തിൽ പറയാൻ പറ്റും. നാസയിലെ സയന്റിസ്റ്റിന് പോലും, ഈ ലോകത്തിൽ ഏറ്റവും നല്ല പ്രൊഫഷൻ എന്നറിയപ്പെടുന്ന ഏത് പ്രൊഫഷൻ ആകണം, അതിനുപോലും ഇത്ര മഹനീയമായ പ്രതിഫലമില്ല. ഏറ്റവും പ്രതിഫലം കിട്ടുന്ന ശുശ്രൂഷയാണ് ദൈവശുശ്രൂഷ. അത് നിങ്ങളെ ഒന്ന് വൈകാരികമായി ഇളക്കാൻ പറയല്ല. ഇത് ദൈവത്തിന്റെ വചനമാണ്, ഇത് പരിശുദ്ധ വചനമാണ്, ഇത് സത്യത്തിന്റെ വചനമാണ്. ഇതിനെ തെറ്റുപറ്റുകയില്ല. ഈ വചനം മാറിപ്പോവില്ല. ഇരുകരം എഴുതി 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ച് യേശുവേ വിളിച്ച് ഹൃദയം തുറന്ന് വിളിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 20-ാം വചനം എന്താ പറയുന്നത്? മത്തായി 19, അവിടെ ഇതേ വചനം പറയും 29. എൻ്റെ നാമത്തെ പ്രതി കൊണ്ട് ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ പൈലുകൾ, നിന്റെ അതാണ് എല്ലാം അത് ഉപേക്ഷിക്കുന്ന ഏതൊരുവനും ഏതൊരുവൾക്കും 100 ഇരട്ടി ലഭിക്കും. ഉറക്കെ പറഞ്ഞ് 100 ഇരട്ടി ലഭിക്കും. 100 ഇരട്ടി ലഭിക്കും. അല്പം കൂടി സ്വരത്തിൽ പറഞ്ഞേ, 100 ഇരട്ടി ലഭിക്കും. 100 ഇരട്ടി ലഭിക്കും. അവനും അവളും നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. വിശ്വസിച്ച് ഒരു ആമേൻ പറഞ്ഞേ. ഇത് കർത്താവിന്റെ വചനമാണ്. എത്ര ശക്തമാണ് പരിശുദ്ധ വചനം, ദൈവത്തിന്റെ വചനം എത്ര ശക്തമാണ്. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ഈ ബോധ്യം ഉണ്ടാവണം. ചില സന്ദർഭങ്ങൾക്ക് നമ്മൾ തളർന്നു പോകും, ഇല്ലേ? നമ്മൾ തളർന്നു പോകാറുണ്ട്. പലപ്പോഴും നമ്മൾ മടുത്തു പോകാറുണ്ട്. മതി, ഇനി എനിക്ക് മടുത്തു, ഞാൻ ഇത് ചെയ്യില്ല. ചിലപ്പോൾ നമുക്ക് ചില അസ്വസ്ഥതകൾ വരുമ്പോൾ, ചില നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരും, എന്തിനു ഞാനിതൊക്കെ ചെയ്യുന്നു, ആർക്ക് വേണ്ടി ചെയ്യുന്നത്, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു നല്ല വാക്ക് എനിക്ക് കിട്ടുന്നില്ല, ഒരു അംഗീകാരം എനിക്ക് കിട്ടുന്നില്ല, ഒരു പ്രോത്സാഹനം എനിക്ക് കിട്ടുന്നില്ല, ആർക്ക് വേണ്ടിയാ ഞാൻ ഇതുപോലെ ചത്തുകിടന്ന് അധ്വാനിക്കുന്നത്, എന്തിനു വേണ്ടിയാ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ നമുക്ക് വരും. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പ്രോമിസ് ഓർക്കുക. കർത്താവിന്റെ വചനത്തിൽ നീ ചങ്കുറപ്പിക്കുക. 100 ഇരട്ടി ലഭിക്കും. നിന്റെ ഈ അധ്വാനം പാഴല്ല സഹോദരാ, നിന്റെ ഈ സമർപ്പണം പാഴല്ല. എൻ്റെ സഹോദരി, നിന്റെ കണ്ണുനീര് പാഴല്ല, നിന്റെ ത്യാഗങ്ങൾ പാഴല്ല. നിന്റെ നൊമ്പരങ്ങളും സങ്കടങ്ങളും ദൈവവചനത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ നിനക്കുണ്ടാകുന്ന കഷ്ടതകൾ, ക്ലേശങ്ങൾ പാടല്ല എന്ന് കർത്താവ് പഠിപ്പിക്കുക. ഇത് കർത്താവിന്റെ വചന, മനുഷ്യരുടെ വചനല്ല, അത്
മാനുഷിക വചനങ്ങളല്ല, ഇത് കർത്താവിന്റെ കൃപയുടെ വചനം. കൃപയുടെ വചനം. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നിങ്ങൾ മുന്നോട്ട്, നമ്മൾ അനേകരും മുന്നോട്ട് വരണം. പരിശുദ്ധ വചനം പറയുന്നു, ഹെബ്രായ പുസ്തകത്തിൽ മോശ പ്രവാചകനെ കുറിച്ച് പറയാം, 11-ാം അധ്യായം 25-26 വചനങ്ങൾ ശ്രദ്ധിച്ചുച്ചത്തിൽ വായിച്ച്. പാപത്തിന് നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ മോശ ഇഷ്ടപ്പെട്ടത്. ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരാൻ, ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ, കർത്താവിന്റെ നല്ലൊരു പ്രവാചകനായി മാറാൻ മോശ ആഗ്രഹിച്ചു. എന്തുകൊണ്ടാണ് മോശ ഇപ്രകാരം ആഗ്രഹിച്ചത്? 26-ാമത്തെ വചനം പറയുന്നു, ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ, ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. സഹോദരങ്ങളെ, നമ്മൾ ദൈവ ശുശ്രൂഷ ചെയ്യുമ്പോൾ നിന്ദനങ്ങളുണ്ട്, നമുക്ക് അപമാനങ്ങളുണ്ട്, നമ്മൾ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടും. പലരും പറയും പണിയെടുക്കാൻ മടിയായതുകൊണ്ട് ഈ വചനം പറഞ്ഞ് നടക്കാണ്, ഇവൻ പ്രാർത്ഥിച്ച് നടക്കാണ്, ഇവൻ മടിയനാണ്, അലസ്വനാണ്. നമ്മുടെ സമർപ്പണം, കമ്മിറ്റ്മെന്റ് ഒന്നും ചിലപ്പോൾ ജനത്തിന് മനസ്സിലാവില്ല, കൂടെ നിൽക്കുന്നവർക്ക് മനസ്സിലാവില്ല. ആ കമ്മിറ്റ്മെന്റ് അറിയുന്നത് കർത്താവിന് മാത്രമാണ്. നിന്റെ മോട്ടീവ് അറിയുന്നവൻ, നിന്റെ ഹൃദയത്തിന്റെ ആ ഒരു ത്രസ്റ്റ്, ആ ഒരു തീഷ്ണത അറിയുന്നത് കർത്താവിനാണ്. നീ നിന്ദിക്കപ്പെടും, അപമാനിക്കപ്പെടും, തെറ്റിദ്ധരിക്കപ്പെടും. ചിലപ്പോൾ നമ്മൾ അപവാദകങ്ങൾക്ക് കണ്ടു, അപഖ്യാതികൾ, നമുക്കെതിരെ കള്ളക്കഥകൾ പറയും, നമ്മൾ കള്ളനാന്ന് പറയും. ഇതെല്ലാം അവൻ്റെ തരികിടയാണ്, അവൻ്റെ നമ്പറാണ്, അവൻ വലിയ അഭിനയക്കാർ. അങ്ങനെയുള്ള ചില കള്ളനാണയങ്ങളുണ്ട് സഹോദരങ്ങളെ. എന്നെല്ലാവരും, എല്ലാ ദൈവ ശുശ്രൂഷകരും ഒരുപോലെ ദുഷിച്ചു പോയിട്ടില്ല. വിശ്വസ്തതയുള്ള, സമർപ്പണമുള്ള, കർത്താവിനോട് ഐക്യതയുള്ള, കൃപയുള്ള ശുശ്രൂഷകരും സഭയിലുണ്ട്. ഈ സത്യം നമ്മൾ ആരും മറന്നു പോകരുത്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കൃപൊഴുകട്ടെ, കൃപൊഴുകട്ടെ, കൃപൊഴുകട്ടെ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. പരിശുദ്ധ വചനം പറയാ, കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്. എന്താ വചനം പറയുന്നത്? ആ നിന്ദനങ്ങള്, അപമാനങ്ങള്. ആ വചനം വായിച്ചു, 26-ാമത്തെ വചനം. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. കാരണം എന്താ? തനിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിലാണ് മോശ ദൃഷ്ടി പതിച്ചത്. ഹല്ലേലൂയ. തനിക്ക് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ റിവാർഡിലേക്ക്, പ്രതിഫലത്തിലേക്ക് മോശ നോക്കിയത്. ആ പ്രതിഫലത്തിലേക്ക് നോക്കി അവൻ സഹനങ്ങൾ അതിജീവിച്ചു. കർത്താവിനെ പ്രതി അവനേറ്റ നിന്ദനങ്ങള്, അവനേറ്റ അവഗണനകള്, അവനേറ്റ നൊമ്പരങ്ങള്, അവൻ്റെ മനസ്സിനേറ്റ മുറിപ്പെടുത്തലുകള്, അവൻ ഒറ്റപ്പെട്ടു പോയി, ഏകാന്തതയുണ്ടായി, അനാഥത്വം അനുഭവിച്ചു. ഇതിലവൻ മടുത്തു പോകാതെ, കർത്താവിനെ വിട്ട് ഉപേക്ഷിച്ചു പോകാതെ അവൻ ഉറച്ചു നിന്നതിന് കാരണം തനിക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തിലേക്കാണ് മോശപ്രവാചകൻ കണ്ണുയർത്തിയത്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ജീസസ്. ഇരുകരം ഉയർത്തി 3 പ്രാവശ്യം വിളിച്ച് യേശുവേ വിളിച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്ക് അഭിഷേകം, എല്ലാ ശുശ്രൂഷയിലും അഭിഷേകം പടരട്ടെ, തീ പോലെ കത്തട്ടെ. നിരാശയുടെ കെട്ടടിയട്ടെ, വെറുപ്പിന്റെ ബന്ധനം അഴിയട്ടെ, വിഷാദത്തിന് മുഖങ്ങൾ ഒടിയട്ടെ, മാനസികമായ ചില ടെൻഷൻസ്, അനാവശ്യമായ ആകുലതകൾ, ആങ്സൈറ്റികൾ കർത്താവ് യേശുനാമത്തിൽ വിട്ടൊഴിഞ്ഞു പോകട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കൃപയോടെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ, അങ്ങ് മാത്രമാണ് സർവശക്തൻ, അങ്ങ് മാത്രമാണ് സർവാധിപൻ, അങ്ങ് മാത്രമാണ് സകലത്തിനും അധിപതി. നന്ദി കർത്താവേ, നന്ദി. എത്ര ശക്തമാണ് സഹോദരങ്ങളെ. ഞാൻ ഈ പരിശുദ്ധ ബൈബിളിൽ നിന്ന് ചില സംഭവങ്ങൾ കാണിക്കുകയാണ്. അങ്ങനെയുള്ള വ്യക്തികൾ, കുടുംബങ്ങൾ, ദൈവശുശ്രൂഷ ചെയ്ത കുടുംബങ്ങളും വ്യക്തികളും അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ ചരിത്രങ്ങൾ പരിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? നമുക്ക് മുന്നറിയിപ്പായി. ഇതെല്ലാം കണ്ട് നമ്മൾ ശക്തിപ്പെടണം, നമ്മൾ കൂടുതൽ കരുത്ത് പ്രാപിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ശിമയോന്റെ കുടുംബം. ആരാണ് ഈ ശിമയോൻ? ശിമയോൻ പത്രോസ് അല്ല. കർത്താവ് കുരിശുമായി കാൽവരിയിലേക്ക് പോകുമ്പോൾ
കുരിശിന്റെ വഴിയിൽ കർത്താവിനെ കുരിശ് ചുമക്കാൻ ഒന്ന് സഹായിച്ചവൻ. കർത്താവിന്റെ കുരിശിന്റെ പുറകിൽ ഒന്ന് തൊട്ടു, അതൊന്ന് താങ്ങിക്കൊടുത്തു, ആ കുരിശൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. അത്രേ ശിമെയോൻ ചെയ്തിട്ടുള്ളൂ. കുരിശിന്റെ ഭാരം മുഴുവൻ അപ്പോഴും കർത്താവിന്റെ തോളിലാണ്, കർത്താവിന്റെ ചുമലിലാണ്. പക്ഷേ ആ കുരിശ് പുറകിൽ നിന്ന് ഒന്ന് താങ്ങിക്കൊടുത്തു, ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ആത്മാവിൽ പറയട്ടെ, ആരെല്ലാം സ്നേഹത്തോടെ വിശ്വസ്തയോടെ കർത്താവിന്റെ വചനത്തെ കൈകളിൽ എടുക്കുന്നുവോ, ആരെല്ലാം സമർപ്പണത്തോടെ ഈ പരിശുദ്ധ ബൈബിൾ പിടിക്കുന്നുവോ, ഈ വചനത്തിന് വേണ്ടി നിൽക്കുന്നുവോ, ഈ വചനം ഉയർത്തുന്നുവോ, ഈ വചനത്തിന് സാക്ഷ്യം നൽകുന്നുവോ, അവന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അവന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അവന്റെ മക്കൾ ഉയർത്തപ്പെടും. അവർ നശിച്ചു പോകാൻ കർത്താവ് അനുവദിക്കുകയില്ല. സ്തുതിക്കുന്ന കർത്താവേ, എത്ര ശക്തമാണ് ദൈവത്തിന്റെ വചനം, ജീവനുള്ള വചനം, ജീവനുള്ള വചനം. എന്റെ സഹോദരങ്ങളെ, ഇത് പാഴ്വാക്കുകളല്ല, ഇത് കർത്താവിന്റെ ഹൃദയത്തിന്റെ ആലോചനകളാണ്, കർത്താവിന്റെ മനസ്സാണ് പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തരുന്നത്. മാർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 21-ാം വചനത്തിലേക്ക് നിങ്ങൾ വാ. അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ ക്രേനേക്കാരൻ ശിമെയോൻ നാട്ടിൻപുറത്ത് നിന്ന് വന്ന് അതിലെ കടന്നു പോവുകയായിരുന്നു. ഈ സമയത്ത് പട്ടാളക്കാർ എന്ത് ചെയ്തു? യേശുവിന്റെ കുരിശ് ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു. കർത്താവിന്റെ കുരിശ് ചുമക്കാൻ പട്ടാളക്കാർ ശിമെയോനെ നിർബന്ധിച്ചു. സഹോദരങ്ങളെ, ആ കുരിശിന്റെ പുറകിൽ അവനൊന്ന് താങ്ങിക്കൊടുത്തു. ആ കുരിശിന്റെ വഴിയിൽ കർത്താവ് കുരിശുമായി കാൽവരിയിലേക്ക് പോവാണ്. ആ കുരിശിന്റെ പുറകിൽ ഒന്ന് പിടിച്ചു, ഒന്ന് തൊട്ടു, ഒന്ന് താങ്ങിക്കൊടുത്തു. അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. എത്ര ശക്തമാണ് കർത്താവിന്റെ വാഗ്ദത്തം! ആര് അവന്റെ കുരിശിനെ കെട്ടിപ്പിടിക്കുന്നുവോ, ആരവന്റെ കുരിശിൽ അഭയം പ്രാപിക്കുന്നുവോ, അവരൊരു നാളും നശിച്ചു പോകാൻ കർത്താവ് അനുവദിക്കുകയില്ല. അവർ കർത്താവിന്റെ ചങ്കുകളാണ്. നമ്മൾ കർത്താവിന്റെ സ്പെഷ്യലുകളാണ്, ചങ്കുകളാണ്. സഹോദരങ്ങളെ, ഈ കൺവിക്ഷൻ, ഈ ബോധ്യം നമുക്കുണ്ടാകണം. തുടർന്ന് എന്താ ഉണ്ടായത്? നാളുകൾ കഴിഞ്ഞപ്പോൾ ശിമെയോൻ ചെയ്ത പ്രവൃത്തി കർത്താവ് കണ്ടു. അവന് വേണമെങ്കിൽ വിശ്രമിക്കാൻ ഭവനത്തിൽ പോകാമായിരുന്നു. അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവന് കൃഷിയിടത്ത് നിന്ന് തിരിച്ചു വരികയാണ്. അവന് പല എക്സ്ക്യൂസുകൾ പറയാമായിരുന്നു, ഒഴികഴിവുകൾ പറയാമായിരുന്നു. എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. ദൈവശുശ്രൂഷകളിൽ ഒഴികഴിവുകൾ പറയരുത്, എക്സ്ക്യൂസുകൾ പറയരുത്. അതിന്റെ മഹത്വം മനസ്സിലാക്കണം. പ്രാർത്ഥിക്കുക, കർത്താവിന്റെ വചനം കൊടുക്കുക, ദൈവരാജ്യ ശുശ്രൂഷകൾ കോർഡിനേറ്റ് ചെയ്യുക, കർത്താവിൽ മുട്ടുമടക്കാൻ, ത്യാഗമെടുക്കാൻ, കൈവിരിച്ച് പ്രാർത്ഥിക്കാൻ, കർത്താവിനെ പാടി ആരാധിക്കാൻ, കർത്താവിന്റെ വചനം കൊടുക്കാൻ, ദൈവജനത്തിന് ആശ്വാസം കൊടുക്കാൻ. അതുപോലെ തന്നെ മറ്റു പല വിധത്തിലുള്ള ശുശ്രൂഷകൾ, ഒത്തിരിയേറെ ശുശ്രൂഷകളുണ്ട്. നമ്മൾ എക്സ്ക്യൂസുകൾ പറയരുത്, ഒഴികഴിവുകൾ പറയരുത്. ഇതൊരു ജോലിയല്ല, ഇതൊരു പ്രൊഫഷനല്ല, ഇറ്റ്സ് എ മിഷൻ. ഇത് കർത്താവിനോടുള്ള മിഷനാണ്, ഇത് കർത്താവിന്റെ ശുശ്രൂഷയാണ്. ഈ അവബോധം നമുക്കുണ്ടാകണം. എക്സ്ക്യൂസുകൾ പറയാതെ ആ കുരിശ് പുറകിൽ നിന്ന് ശിമെയോൻ താങ്ങിക്കൊടുക്കുകയാണ്. പൗലോസ്ലീഹ റോമാക്കാർക്ക് ഇത് ലേഖനം 16-ാം അധ്യായം 13-ാം വചനത്തിലോട്ട് വരിക. ചാപ്റ്റർ 16:13 പരിശുദ്ധ വചനം പറയുന്നു. പൗലോസ്ലീഹയുടെ സാക്ഷ്യമാണ്. കർത്താവിൽ തെരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവന്റെ അമ്മയ്ക്കും വന്ദനം പറയുവിൻ. അവൾ എന്റെയും അമ്മയാണ്, അവൾ എന്റെയും അമ്മയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇത് പൗലോസ്ലീഹയുടെ സാക്ഷ്യമാണ്. പൗലോസ്ലീഹ പറയുന്നത് കർത്താവിൽ തെരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവന്റെ അമ്മയ്ക്ക്. ആരാ റൂഫസ്? ഈ ശിമെയോന്റെ 2 ആൺമക്കളാ. റൂഫസിന്റെയും അലക്സാണ്ടറിന്റെയും പിതാവായ ശിമെയോൻ, ക്രേനക്കാരനായ ശിമെയോൻ. റൂഫസ് ആദിമസഭയിലെ ബിഷപ്പായി എന്ന് പറയുന്നത്, വലിയൊരു ശുശ്രൂഷകനായി. അലക്സാണ്ടർ അന്നത്തെ ആ ഒരു പട്ടണത്തിന്റെ മേയറായി ഉയർത്തപ്പെട്ടുവെന്ന് ചരിത്രം പറയുകയാണ്. 2 മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു, അവിടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു, ആ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം ഒഴുകപ്പെട്ടു. എന്താണ് കാരണം? അവരുടെ അപ്പൻ കാൽവരിയിലേക്ക് കുരിശുമായി കർത്താവ് പോകുമ്പോൾ ആ കുരിശിന്റെ വഴിയിൽ
കർത്താവിൻ്റെ കുരിശ് പുറകിൽ നിന്നൊന്ന് താങ്ങിക്കൊടുത്തു, ഒന്ന് ടച്ച് ചെയ്തു, ഒന്ന് തൊട്ടു, ഒന്ന് സ്പർശിച്ചു, അത്രേ ചെയ്തുള്ളൂ. അതിന് ആ തലമുറയിലേക്ക് അനുഗ്രഹം ഒഴുകപ്പെടുകയാ. ആ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. ശിമിയോന്റെ 2 ആൺമക്കളും ദൈവകൃപ നിറഞ്ഞവരായി. അവർ നശിച്ചു പോകാൻ, അവർ ലൗകികരായി മാറാൻ കർത്താവ് അനുവദിച്ചില്ല. തുടർന്ന് പൗലോസിലേക്ക് സാക്ഷ്യപ്പെടുത്താണ്, ശിമിയോന്റെ ഭാര്യ അവൾ എൻ്റെയും അമ്മയാണ്, അവൾ എൻ്റെ അമ്മയാണ്. എന്തൊരു ഫീൽ! ആ ഫീല് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? വാത്സല്യത്തോടെ പൗലോസ്ലീഹ പറയാം, അവൾ എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞാൽ, പക്ഷെ പൗലോസ്ലീഹായെ ഒരു അമ്മയെ പോലെ ഈ ശിമിയോന്റെ ഭാര്യ സ്നേഹിച്ചു, വാത്സല്യം കൊടുത്തു. പൗലോസ്ലീഹ പലയിടങ്ങളിലും കഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ച് തിരിച്ചു വരുമ്പോൾ നല്ല ചൂടുള്ള കഞ്ഞിയും നല്ല ചമ്മന്തിയും അല്ലെങ്കിൽ നല്ല പറ്റുന്ന അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ചില കറികളും അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കാൻ ഒരു അമ്മയെപ്പോലെ സ്നേഹിക്കുകയാണ്, കരുതുകയാണ്, തൻ്റെ ശുശ്രൂഷകളിൽ പ്രാർത്ഥിക്കുകയാണ്. പൗലോസ്ലീഹായി പ്രാർത്ഥിച്ച് അമ്മ ശക്തിപ്പെടുത്തി. ഈ അമ്മ ഒരുപാട് മുട്ടുമടക്കി കരങ്ങൾ വിരിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ദൈവ ശുശ്രൂഷകരെ നമ്മൾ ആദരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച്, ജനുവിനായിട്ടുള്ള വിശ്വസ്തരായ പല ശുശ്രൂഷകർ ഇന്ന് സഭയിലുണ്ട്. എല്ലാവരും കള്ളന്മാരും കൂലിക്കാരും എന്നല്ല. ഈ സോഷ്യൽ മീഡിയ പറയുന്ന മുഴുവൻ വിശ്വസിക്കരുത്, കുറച്ചൊക്കെ യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്നാൽ വിശ്വസ്തരായ കർത്താവിനോട് സഭയോടും സമർപ്പണമുള്ള ധാരാളം ശുശ്രൂഷകർ ഇന്ന് ഈ തലമുറയിലുണ്ട്, ഈ കാലഘട്ടത്തിലുണ്ട്. എൻ്റെ സഹോദരൻ, നമ്മൾ അവരെ ആദരിക്കണം. കർത്താവിൻ്റെ വചനമായി നിൽക്കുന്നവരാണ്, നമ്മൾ അവരെ ബഹുമാനിക്കണം, അവരോട് സ്നേഹമുള്ളവരാവണം. അവരെ നമ്മൾ മാനിച്ചു നോക്കി, അത് തലമുറകളിലേക്ക് അനുഗ്രഹം വരും, തലമുറകളിലേക്ക് അനുഗ്രഹം വരും. സംശയമുണ്ടോ നിങ്ങൾക്ക്? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 40-ാമത്തെ വചനം ഉച്ചത്തിൽ വായിക്കണം, സ്വരമുയർത്തി വായിക്കണം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 40-ാമത്തെ വചനം. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ! ദൈവ ശുശ്രൂഷകർ ആരൊക്കെ മാനിക്കുന്നുവോ, അവരെ സ്വീകരിക്കുന്നുവോ, അവരെ കരുതുന്നുവോ, അവരെ ആദരിക്കുന്നുവോ, കർത്താവ് പറയാ, അവരെന്നെയാണ് സ്വീകരിക്കുന്നത്, അവരെനിക്കാണ് ആദരവ് തരുന്നത്, അവരെന്നെയാണ് ബഹുമാനിക്കുന്നത്. സഹോദരങ്ങളെ, അത്രമാത്രം തന്റെ ശുശ്രൂഷകരെ കർത്താവ് റെസ്പെക്ട് ചെയ്യുന്നു, കർത്താവാണ് ആദരിക്കുന്നത്. ദൈവ ശുശ്രൂഷകർക്ക് നമ്മൾ കൊടുക്കുന്ന ആദരവ് കർത്താവിനോടുള്ള ആദരവാണ്, അത് കർത്താവിനോടുള്ള റെസ്പെക്റ്റ് ആണ്, ബഹുമാനമാണ്. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഒരു ആമേൻ പറഞ്ഞേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പൗലോസ്ലീഹായ ഒരു മകനെ പോലെ ഈ അമ്മ സ്നേഹിച്ചു, സ്വന്തം മകനെ പോലെ സ്നേഹിക്കുകയാണ്. അമ്മ കരുതുകയാണ്, ആ അമ്മ പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ശുശ്രൂഷകളെ സപ്പോർട്ട് ചെയ്യാണ്. മുൻനിരയിലില്ല, പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പല സപ്പോർട്ടേഴ്സ് ഇതിനകത്തുണ്ട്. ചിലപ്പോൾ അവർ മെയിൻ സ്ട്രീമിൽ വന്ന് വചനം പറയുന്നുണ്ടാവില്ല, അവർ പ്രേസനവേഷിപ്പ് നടത്തുന്നുണ്ടാവില്ല. ഇതിൻ്റെ പുറകിൽ ആരും കാണാതെ കഷ്ടപ്പെടുന്ന ഒത്തിരിയേറെ ശുശ്രൂഷകരെ ഇന്ന് ദൈവവേലകളിലുണ്ട്. അവരെ കർത്താവ് ആദരിക്കും, അവരെ മാനിക്കും കർത്താവ്. പൗലോസ് പറഞ്ഞു, അവൾ എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മയാണ്. എൻ്റെ സഹോദരങ്ങളെ, ആ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. സുവിശേഷ വേലയ്ക്കുള്ള പ്രതിഫലം എന്താ? തലമുറ അനുഗ്രഹിക്കപ്പെടുന്നു, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നു, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നു. 112-ാം സങ്കീർത്തനം 1-2 വചനങ്ങൾ പെട്ടെന്ന് എടുക്കാം. 112-ാം സങ്കീർത്തനം 1-2. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ പ്രബലരാകും. സത്യസന്ധരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. കണ്ടോ, ദൈവത്തിന്റെ വചനം പറയാ, അവരുടെ മക്കള് ഭൂമിയിൽ ആരുടെ മക്കള്? കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ, കർത്താവിനെ ആദരിക്കുന്ന, കർത്താവിന് സാക്ഷ്യം നൽകുന്ന, അവന്റെ വചനത്തെ സ്നേഹിക്കുന്നവരുടെ തലമുറകൾ ഭൂമിയിൽ പ്രബലരാകും. ഭൂമിയിൽ പ്രബലരാകും. ആരുടെ മക്കളാ ഭൂമിയിൽ പ്രബലരാകുന്നത്? ദൈവശുശ്രൂഷ ചെയ്യുന്ന തലമുറകള്. നമ്മളതിന്റെ മഹത്വം മനസ്സിലാക്കണം. അടുത്ത വചനം വായിച്ച്, സത്യസന്ധരുടെ തലമുറ, 2-ാമത്തെ വചനം 112-2. സത്യസന്ധരുടെ തലമുറ ഭൂമിയിൽ അനുഗ്രഹീതമാകും. സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതം, അവർ ബ്ലെസ്സഡ് ആണ്.
ആ ജനറേഷൻ ബ്ലെസ്സഡ് ആണ്. കർത്താവിൻ്റെ വചനത്തിനായി നിൽക്കുന്ന, കർത്താവിനെ സാക്ഷ്യം നൽകുന്നവരുടെ തലമുറകൾ അനുഗ്രഹീതമാകും. ബ്ലെസ്സഡ്, അനുഗ്രഹിക്കപ്പെട്ട തലമുറ, കൃപയുള്ള തലമുറ. എത്ര ഭാഗ്യപ്പെട്ട ശുശ്രൂഷയാണ് സഹോദരങ്ങളെ ദൈവ ശുശ്രൂഷ എന്ന് പറയുന്നത്. കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈ സമാപന ദിനത്തിൽ ഞങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങൾക്കായി, ആലോചനകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അനേകരും മുന്നോട്ട് കുടുംബമായി, വ്യക്തിപരമായി കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിക്കുക. ആ കാണുന്ന വാട്സപ്പ് നമ്പറിൽ, ഇവിടെ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ, നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ ചെയ്യും. രണ്ടാമത് നമ്മളവിടെ കാണുന്നത് ശ്രദ്ധിക്കണം. അപ്പോൾ ശിമെയോന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞു, നമ്മൾ ദൈവവചനം പ്രഘോഷിക്കുന്ന, കർത്താവിൻ്റെ സാക്ഷ്യം നൽകുന്നവരെ സ്നേഹിക്കുന്നതും ആദരിക്കുന്നതും അവരെ സഹായിക്കുന്നതും അവരെ ബഹുമാനിക്കുന്നതൊക്കെ അനുഗ്രഹമാണ്. അത് തലമുറക്ക് അനുഗ്രഹം വരും. നമ്മുടെ മേൽ അഭിഷേകം വരും. സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 41-42 വചനങ്ങൾ നിങ്ങൾ ഹൃദയം തുറന്ന് ഉച്ചത്തിൽ വായിക്കണം. പ്രവാചകനായി സ്വീകരിക്കുന്നവർക്ക് പ്രവാചകന്റെ അഭിഷേകം കിട്ടും, പ്രവാചകന്റെ പ്രതിഫലം കിട്ടും. നീതിമാനായി സ്വീകരിക്കുന്നവർക്ക് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. എന്താണ് ഈ പരിശുദ്ധ വചനത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നത്? കർത്താവിന്റെ പ്രവാചകരായി സ്വീകരിക്കുന്നവർക്ക്, കണ്ടോ, പ്രവാചകനായി ആദരിക്കുക, ദൂഷിക്കരുത്. നമ്മൾ അവർക്കെതിരെ അനാവശ്യങ്ങൾ പറഞ്ഞു പരത്തരുത്, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കരുത്. ആത്മാർത്ഥതയോടെ അവർ സ്നേഹിക്കണം. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ ആരെല്ലാം പ്രവാചകനായി സ്വീകരിക്കുന്നുവോ, സ്നേഹിക്കുന്നു, അവർക്ക് പ്രവാചകരുടെ പ്രതിഫലം, അനോയിന്റിങ് കിട്ടും, അഭിഷേകം ലഭിക്കുകയാണ്. നീതിമാനായി സ്വീകരിക്കുന്നവർക്ക് നീതിമാന്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നല്ല കൃപയുള്ള, വിശ്വസ്തരായിട്ടുള്ള, കർത്താവിനോടും സഭയോടും ചേർന്ന് നിൽക്കുന്ന ശുശ്രൂഷകരെ, സമർപ്പിതരെ, അഭിഷിക്തരെ അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം. അവരെ സ്നേഹിക്കുമ്പോൾ കർത്താവ് പറയാണ്, അവരുടെ മേൽ പകരപ്പെട്ട അഭിഷേകം നിനക്ക് ലഭിക്കും, നിന്റെ കുടുംബത്തിന് ലഭിക്കും, നിന്റെ തലമുറകൾക്ക് ലഭിക്കും. തുടർന്ന് കർത്താവ് പഠിപ്പിച്ചു 42-ാമത്തെ വചനം, സ്വരമുയർത്തി വായി. 42-ാമത്തെ വചനം, ഈ ചെറിയവരിൽ ഒരുവനെ ശിഷ്യനെന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എത്ര ശക്തമാണ് വചനം! ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യനെന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് എന്ത് ലഭിക്കും? പ്രതിഫലം ലഭിക്കും. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, കർത്താവിന്റെ നാമത്തിലെ ഒരു പാത്രം വെള്ളം കൊടുത്താൽ അതിനെ പോലും പ്രതിഫലമുണ്ടെങ്കിൽ, കർത്താവിനായി ഒരു ആത്മാവിനെ നേടുമ്പോൾ എന്തുമാത്രം പ്രതിഫലം ലഭിക്കും. കർത്താവിനായി ഒരു ആത്മാവിനെ നേടുമ്പോൾ, ഒരു ജീവിതത്തെ രക്ഷയിലേക്ക് നയിക്കും, എന്തുമാത്രം പ്രതിഫലമാണ്. ആത്മാക്കളെ നേടുന്നവരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, ശുശ്രൂഷകരെ മാനിക്കുമ്പോൾ, പ്രവാചകരെ ആദരിക്കുമ്പോൾ, അഭിഷിക്തന്മാരോട് നമ്മൾ കരുതൽ കാണിക്കുമ്പോൾ എന്തുമാത്രം അനുഗ്രഹമാണ് തരുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്, രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലോട്ട് വരിക, 4-ാം അധ്യായം 8, 9, 10 വചനങ്ങൾ ശ്രദ്ധിച്ചു വായിച്ച്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4. ഒരിക്കൽ എലീശ ശൂനേമിൽ ചെന്നപ്പോൾ ഒരു ധനിക, നല്ല മിടുക്കിയായ, കഴിവുള്ള ഒരു ധനികയായ സ്ത്രീ, എലീശ ശക്തനായ പ്രവാചകന്, അവനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ആ വഴി കടന്നു പോകുമ്പോഴെല്ലാം അവൻ ഭക്ഷണത്തിന് ആ വീട്ടിൽ ചെല്ലുക പതിവായി. എന്ന് പറഞ്ഞാൽ ആ കുടുംബം പ്രവാചകനെ ആദരിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ പ്രവാചകനാണെന്ന് അവർക്ക് മനസ്സിലായി. കർത്താവിൻ്റെ വചനം ഇവൻ്റെ നാവിലും ഹൃദയത്തിലും ഉണ്ടെന്ന് ആ കുടുംബം തിരിച്ചറിഞ്ഞു. ആ സ്ത്രീ അവളുടെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമ്മുടെ ഈ വഴിയിൽ പോകുന്ന അത് ദൈവത്തിൻ്റെ പ്രവാചകനാണ്, കൃപയുള്ള, അഭിഷേകമുള്ള ദൈവത്തിൻ്റെ പ്രവാചകൻ. അവരത് സെൻസ് ചെയ്യാണ്. കണ്ടു, പെട്ടെന്ന് കബളിപ്പിക്കാൻ പറ്റുന്നില്ല. മറ്റൊരു വെർഷനിൽ പറയുന്നത് ഇൻഫ്ലുവൻഷ്യൽ ലേഡി എന്ന് പറയുന്നത്, നല്ല സ്വാധീനമുള്ള സ്ത്രീയാണ്.
പെട്ടെന്ന് കള്ളത്തരം കാണിച്ച് അഭിനയങ്ങൾ നടത്തി കപടത കാണിച്ച് കാര്യം നടത്താൻ പറ്റില്ല. നല്ല നല്ല സെൻസിറ്റീവായ നല്ല കൃപയുള്ളൊരു സ്ത്രീയാണ്. അവൾക്ക് മനസ്സിലായി ഈ പ്രവാചകൻ കപട പ്രവാചകനല്ല, ഇവനൊരു കള്ളപ്രവാചകൻ, ഇവൻ അഭിനയക്കാരനല്ല. ദൈവത്തിൻ്റെ വചനം ഇവനിലുണ്ട്, ആത്മാഭിഷേകം ഇവൻ്റെ മേലുണ്ട്. അവൾ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് അവനെ സ്വീകരിക്കാം. അങ്ങനെ ആ വഴിയൊക്കെ പോകുമ്പോൾ, ആ വഴിക്ക് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ആ വീട്ടിൽ കയറി എലീശ പ്രവാചകൻ ആഹാരം കഴിക്കുന്നു. 9ഉം 10ഉം വചനങ്ങളിൽ പറയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് ആ വചനം എന്താ പഠിപ്പിക്കുന്നത്? അവൾ ഭർത്താവിനോട് പറഞ്ഞു ഇതിൽ പോകാനുള്ള മനുഷ്യൻ ദൈവപുരുഷനാണ്. 10ാമത്തെ വചനം പറയാം, നമുക്ക് മട്ടുപ്പാവിൽ ചെറിയ മുറിയുണ്ടാക്കി അതിൽ കിടക്കയും മേശയും കസേരയും വിളക്കും വെക്കാം. വരുമ്പോഴൊക്കെ അവൻ അവിടെ വിശ്രമിക്കാമല്ലോ. കണ്ടോ, ഒരു മുറിയൊക്കെ ഒരുക്കിയുണ്ടോ. ആ കർത്താവിനെ പ്രവാചകനെ ആ കുടുംബം ആദരിക്കുകയാണ്. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവർക്ക് പ്രവാചകന്റെ അഭിഷേകം ലഭിക്കുന്നു. എത്ര പേർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? കർത്താവ് തരുന്ന ഈ ആലോചനകൾ ഗ്രഹിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ, സാധിക്കുന്നുണ്ടോ? ഞാൻ വീണ്ടും വീണ്ടും പറയാ, കപടാത്മാക്കളിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്, കള്ളത്തരങ്ങൾ കാണിക്കാനല്ല. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വ്യക്തിപരമായി എന്തെങ്കിലും ലക്ഷ്യങ്ങളും നേട്ടങ്ങളും ഇതിനൊക്കെ ദൈവശുശ്രൂഷ ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ കാലഘട്ടത്തിലുണ്ട്. അതിൻ്റെ പുറകെയല്ല ഞാൻ പറയുന്നത്, മറിച്ച് കർത്താവിനോടും സഭയോടും വിശ്വസ്ത പുലർത്തി കഴിയുന്ന ശുശ്രൂഷകരും ഇന്ന് സഭയിലുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ അതെല്ലാം ഒരുക്കി കൊടുക്കുകയാണ്. ആ പ്രവാചകനോടുള്ള സ്നേഹം അത് കർത്താവിനോട് കാണിക്കുന്ന സ്നേഹവും ആദരവാണ്. തുടർന്ന് വചനം പഠിപ്പിക്കുകയാണ്. 14ാമത്തെ വചനം, എലീശ ചോദിച്ചു, കണ്ടോ അവൾക്ക് വേണ്ടി എന്താ നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് മക്കളില്ല എന്ന് പറയാണ്. ഇനി 15ഉം 16ഉം വചനങ്ങൾ വായിച്ചേ. അവൻ പറഞ്ഞു അവളെ വിളിക്കുക. വിളിച്ചപ്പോൾ ആ സ്ത്രീ വാതിൽക്കൽ വന്ന് നിന്നു. 16ാം വചനത്തിൽ പറയാം, എലീശ പറഞ്ഞു അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു പുത്രനെ താലോലിക്കും. പെട്ടെന്ന് ആൾക്കാർ അവൾക്കതൊന്നും മനസ്സിലാക്കാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല. താലോലിക്കുന്നു പറഞ്ഞു. തുടർന്നുള്ള വചനം എന്താ പഠിപ്പിക്കുന്നത്? അടുത്ത വചനം എന്താ പറയുന്നത്? അടുത്ത വചനം പറയാണ്, പ്രവാചകൻ പറഞ്ഞ നിമിഷത്തിൽ തന്നെ, വചനം വായിക്കേ, പ്രവാചകൻ പറഞ്ഞ നിമിഷത്തിൽ തന്നെ എന്ത് സംഭവിച്ചു? അവൾ ഗർഭം ധരിച്ച് അടുത്ത വസന്തത്തിൽ ഏകദേശം ആ സമയത്ത് ഒരു പുത്രനെ പ്രസവിച്ചു. കണ്ടോ, ആ സമയത്ത് തന്നെ, ദൈവം പറഞ്ഞ സമയത്ത് തന്നെ ഒരു പുത്രനെ പ്രസവിക്കുകയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ ബ്ലെസ്സിങ്, ഈ അനുഗ്രഹം, ഈ തലമുറകളെ അവർക്ക് ലഭ്യമായത്? ആ പ്രവാചകൻ ആദരിച്ചു. എലീശ പ്രവാചകനെ അവർ സ്നേഹിച്ചു, അവർ ആദരിച്ചു. അത് കർത്താവിനോടുള്ള ആദരവാണ്, അത് കർത്താവിനോട് കാണിച്ച ബഹുമാനമാണ്. ആ തലമുറയിലേക്ക് അനുഗ്രഹം വന്നു, ആ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ശക്തിയോടെ അഭിഷേകം ഒഴുകട്ടെ, പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ, ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഇനി മറ്റൊരു പ്രവാചകൻ, ഏലിയ പ്രവാചകൻ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലോട്ട് വരിക, 17-ാം അധ്യായം. അവിടെ 10ഉം 11ഉം വചനങ്ങൾ. ഏലിയ സറാഫത്തിലേക്ക് മടങ്ങി. അവിടെ ഒരു പാവപ്പെട്ട വിധവയുടെ അടുത്ത് ചെന്നു ഒരു വിധവയെ കണ്ടു. അവൾ വിറക് ശേഖരിക്കുകയാണ്. അവളോട് പറഞ്ഞു, കുടിക്കാൻ ഒരു പാത്രം വെള്ളം നീ എനിക്ക് താ. അവൾ പോണ വഴിക്ക് 11ാമത്തെ വചനത്തിൽ പറയാണ്, വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ പ്രവാചകൻ അവളോട് കുറച്ച് അപ്പവും കൊണ്ടുവായോ, കുറച്ച് അപ്പവും കൊണ്ടുവരാൻ പറയാണ്. അപ്പം അവള് പറഞ്ഞു, ഒരു പിടി മാവാണ് ഇവിടെയുള്ളത്, കുറച്ച് വെള്ളം, ഞാൻ എൻ്റെ മകനും ഈ വിറക് കത്തിച്ച് അപ്പം ഉണ്ടാക്കി ഞങ്ങൾ മരിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നൊരു കുടുംബത്തിലേക്കാണ് കർത്താവ് തന്നെ പ്രവാചകനെ വിട്ടത്. ഹല്ലേലൂയ. ആ കുടുംബം നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഈ പാവപ്പെട്ട വിധവ, എനിക്ക് ഉറപ്പുണ്ട് അവൾ ദൈവഭയമുള്ളവളാണ്, അവൾ ദൈവത്തെ മാനിച്ചവളാണ്. പക്ഷെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ, സഹനങ്ങളിൽ, കൊടിയ ഞെരുക്കങ്ങളിൽ അവൾ നിരാശപ്പെട്ട് ആത്മഹത്യക്ക് ഒരുങ്ങും. പലരും ഇന്ന് ആത്മഹത്യ ചെയ്യുന്നത് എൻ്റെ സഹോദരങ്ങളെ ഇതുപോലെ ഞെരുക്കപ്പെട്ട് ഒരു സമയത്ത് അവർക്ക് പ്രത്യാശ നഷ്ടപ്പെടും. ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം? ആ സമയത്ത് ആരെങ്കിലും ഒന്നവരെ ബലപ്പെടുത്തിയാൽ ചിലപ്പോൾ ആ പൈശാചിക പീഡയിൽ നിന്ന് അവർക്ക് അതിജീവിച്ച് മുന്നോട്ട് വരാൻ പറ്റും. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അപ്പോൾ പ്രവാചകൻ പറഞ്ഞു,
14-ാമത്തെ വചനത്തിൽ പറയാണ്. എന്താ പറഞ്ഞത്? 14-ാം വചനത്തിൽ, എന്തെന്നാൽ താൻ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്നത് വരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിൽ എണ്ണ വറ്റുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഒരു പ്രവചനം കൊടുക്കുക. ഇത് കർത്താവിന്റെ പ്രവചനം, ഇസ് എ പ്രൊഫസി. കലത്തിലെ മാവ് തീരില്ല, ഭരണിയിൽ എണ്ണ പറ്റില്ല. കർത്താവ് പറയുന്നത് വരെ അവളത് വിശ്വസിക്കുകയാണ്. കർത്താവിന്റെ പ്രവാചകനെ അവൾ ആദരിക്കുകയാണ്. ആ പ്രവാചകന് അപ്പമുണ്ടാക്കി കൊടുക്കുകയാണ്. അവനെ വിശപ്പ് മാറ്റുകയാണ്. സഹോദരങ്ങൾ, വല്ലപ്പോഴൊക്കെ നമ്മുടെ അഭിഷിക്തർക്ക്, പ്രവാചകർക്ക്, ശുശ്രൂഷകർക്കൊക്കെ നമ്മൾ ഇതുപോലെ, ഞാനത് വട്ടാഴ്ചന്ന് പഠിച്ചൊരു വലിയൊരു കാര്യമാണ്. വട്ടാഴ്ചന് പലപ്പോഴും ഈ ഹോസ്പിറ്റലിൽ എല്ലാ ശുശ്രൂഷകരും, എല്ലാ വൈദികർക്കും ഉണ്ട് അത്. പക്ഷെ ഞാൻ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ശുശ്രൂഷകനെ ആദരിക്കുക, അവർക്ക് നല്ല നല്ല ആഹാരങ്ങൾ വിളമ്പുക, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക. അച്ഛനും അറിയാം. കാരണം ഈ ഒരു ശുശ്രൂഷയിലൂടെ ആ ശുശ്രൂഷ സംഘങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടുകയാണ്. എന്നെ സ്വീകരിക്കുന്നവൻ നിങ്ങളെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നു. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നു. പ്രവാചകന്റെ അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. ചേർത്ത് പറഞ്ഞ ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട വട്ടാഴ്ച മാത്രമല്ല, അങ്ങനെ പല വന്യ വൈദികരുണ്ട്. ഇവിടെ ഷെക്കേനയിൽ പല ശുശ്രൂഷകൾക്ക് വരുന്ന വൈദികര് നല്ല ഹോസ്പിറ്റാലിറ്റി ഉള്ളവരാണ്. നല്ല രീതിയിൽ, ഞാൻ വെറുതെ പറയുന്നില്ല സഹോദരങ്ങളെ, നമ്മൾ അവരെ സ്നേഹിക്കണം, ആദരിക്കണം. പല വൈദികരും നമ്മോട് കാണിക്കുന്ന ആ കരുതൽ, സ്നേഹം, കർത്താവിൻ്റെ ശുശ്രൂഷകരെന്ന നിലയിൽ നമുക്ക് നൽകുന്ന ഒരു ആദരവ് നമ്മൾ തിരിച്ചു കൊടുക്കണം. അവരെ മാനിക്കണം. അവർക്ക് വല്ലപ്പോഴൊക്കെ നല്ല ആഹാരം ഉണ്ടാക്കി കൊടുക്കുക. അവർക്കൊക്കെ അവരെ നമ്മൾ സ്നേഹിക്കുക, അവരെ കരുതുക. അത് കർത്താവിന് ചെയ്യുന്ന ശുശ്രൂഷയാണ്. തൽഫലമായി എന്തുണ്ടായി? 15-16 വാക്യങ്ങൾ ഉറക്കെ വായിച്ച്. 15-16 വാക്യങ്ങൾ. അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും കുടുംബവും അവനും അനേക ദിവസം ഭക്ഷണം കഴിച്ചു. 16-ാമത്തെ വചനം പറയാണ്, ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിൽ എണ്ണ വറ്റിയുമില്ല. ഇരുകരങ്ങളിൽ 3 പ്രാവശ്യം ഉച്ചത്തിൽ യേശുവേ എന്ന് വിളിച്ച്, ഈശോയെ ഈശോയെ പ്രവചിക്കട്ടെ. ഈ വാഗ്ദത്ത വചനങ്ങളാൽ, ഈ പ്രവചന വചനങ്ങളാൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറകൾ സൗഖ്യപ്പെടട്ടെ, സഭാ സമൂഹങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. Bless, anoint in the name of Jesus. Name of Jesus. സ്തുതിക്കുന്നു കർത്താവേ. കർത്താവിന്റെ ശുശ്രൂഷകർക്ക്, അഭിഷിക്തർക്ക് നൽകുന്ന മാന്യത അത് നമ്മുടെ തലമുറകളിലേക്ക് അനുഗ്രഹത്തെ കൊണ്ടുവരുന്നു. ദൈവ ശുശ്രൂഷകരോട് കാണിക്കുന്ന സ്നേഹം അത് നമ്മുടെ കുടുംബങ്ങളെ കൃപയിലേക്ക് വളർത്തുകയാണ്. മറ്റൊരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ലൂക്കാട് സുവിശേഷത്തിലാണ് നമ്മൾ 5-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ. ലൂക്കാട് സുവിശേഷം 5:1. ഇതെല്ലാം ദൈവ ശുശ്രൂഷകർക്ക് നൽകപ്പെടുന്ന പ്രതിഫലങ്ങളെ കുറിച്ചാണ്. ദൈവത്തിന്റെ വചനം ശ്രവിക്കാൻ ജനങ്ങൾ യേശുവിന് ചുറ്റും തിങ്ങിക്കൂടി. നമ്മുടെ കർത്താവ് ഗനേസറത്ത് തടാകത്തിന് തീരത്ത് നിൽക്കുകയാണ്. വചനം കേൾക്കുവാൻ കടന്നു വരുന്നൊരു ജനം, ആ ജനത്തോട് വചനം നൽകാൻ ആഗ്രഹിക്കുന്ന ഈശോ. കർത്താവ് നോക്കിയപ്പോൾ 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് കണ്ടു. 1-ാമത്തെ വചനം പറയുന്നു, ശിമിയോൻ പത്രോസിൻ്റെതായിരുന്നു വള്ളങ്ങളിലൊന്ന്. യേശു ആ വള്ളത്തിൽ, ആ വഞ്ചിയിൽ കയറി. ഇത് പത്രോസിനോട് പറഞ്ഞു, കരയിൽ നിന്ന് അല്പം അകലേക്ക് വെള്ളം നീക്കാൻ യേശു അവനോട് ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചേ. കർത്താവ് പത്രോസിനോട് പറയാണ്, ശിമിയോൻ പത്രോസിനോട് പറയാണ്, നീ കരയിൽ നിന്ന് അല്പം ഈ വെള്ളം ഒന്ന് മാറ്റിയിടാൻ പറയാണ്. നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ. കർത്താവ് ആവശ്യപ്പെട്ടു എന്നാ പറയുന്നത്. രാത്രി മുഴുവൻ അധ്വാനത്തിന്റെ നല്ല ക്ഷീണം ശിമിയോനുണ്ട്. ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, രാത്രി മുഴുവൻ ഉറക്കൊളച്ചിരിക്കുകയാണ്. 2ാമത് കഠിന അധ്വാനം, അതിന് ശാരീരികമായ മടുപ്പ് അദ്ദേഹത്തിനുണ്ട്. 1-ാമത്തെ കാര്യം, ഒരു ചെറുമീനെ പോലും കിട്ടിയില്ല. അധ്വാനിച്ചതെല്ലാം വൃഥാവിലായി. മാനസിക ബുദ്ധിമുട്ടുണ്ട്. ഒരു ചെറുമീനെ പോലും കിട്ടിയില്ല. എന്നിട്ട് വേണം കുടുംബകാര്യങ്ങൾ നടത്തുവാൻ, അവിടെ ആഹാരം കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ കുടുംബം പട്ടിണിയിലാകും. ഈ മാനസിക പീഡയുണ്ട്. ഇങ്ങനെ ഒരുപാട് വേദനയുടെ, ദുഃഖത്തിൻ്റെ, ആ നൊമ്പരത്തിൻ്റെ നടുവിൽ ശിമിയോൻ നിൽക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത്, നിന്റെ ആ വഞ്ചിയുടെ പടക് എനിക്ക് വേണം. നീ അല്പസമയം ഈ വഞ്ചി കരയിൽ നിന്ന് നീ മാറ്റിയിടുക. കർത്താവ് ആവശ്യപ്പെട്ടു. സഹോദരങ്ങളെ, നമ്മോടും കർത്താവ് പലത് ആവശ്യപ്പെടുന്നുണ്ട്.
നമ്മുടെ ജീവിതം ആവശ്യപ്പെടുന്നുണ്ട്. ഒരു സമർപ്പണം, ഒരു കമ്മിറ്റ്മെന്റ് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. സമർപ്പണമില്ലാതെ ദൈവ ശുശ്രൂഷ ചെയ്യാൻ പറ്റുകയില്ല. ഇത് നല്ല ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കസാരയിൽ ഇരുന്ന് ഒരു ബട്ടൺ ഇടുമ്പോൾ ഇത് നല്ല ചൂടുള്ള കാപ്പി വരുന്നു, മറ്റൊരു ബട്ടൺ ഇടുമ്പോൾ ഇത് നല്ല ചൂടുള്ള ചായ വരുന്നു. അതുപോലത്തെ പരിപാടിയല്ല ദൈവ ശുശ്രൂഷ. ഇതിൽ സഹനങ്ങളുണ്ട്, കണ്ണീരുണ്ട്, കഷ്ടതകളുണ്ട്, ക്ലേശങ്ങളുണ്ട്, തെറ്റിദ്ധരിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ട്, ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ട്. സഹോദരങ്ങളെ, കർത്താവ് എന്ത് ആവശ്യപ്പെടുന്നുവോ അത് സ്നേഹത്തോടെ കൊടുക്കാൻ പറ്റണം. അതാണ് സമർപ്പണം. ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. ആ കമ്മിറ്റ്മെന്റ് ആണ് ഇന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഓരോ ശുശ്രൂഷകനും ഉണ്ടായിരിക്കേണ്ടത്. നല്ല കമ്മിറ്റ്മെന്റ് വേണം നമുക്ക്. അവിടെ ഒഴികഴിവുകൾ പറയരുത്, എക്സ്ക്യൂസുകൾ പറയരുത്. ഞാൻ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവർക്ക് സമയമുണ്ടെങ്കിലും സാധ്യത ഉണ്ടെങ്കിലും അവർ എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താ? അവർക്ക് മനസ്സില്ല. ഞാനൊരു കാര്യം ആത്മാവിൽ പറയട്ടെ, കർത്താവ് തന്റെ ശുശ്രൂഷകളിൽ കള്ളന്മാരെയും കൂലിക്കാരെയും കർത്താവ് വളർത്തില്ല. ഒരു ലെവല് വിട്ടവരെ വളർത്തില്ല. വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ടതാ. വിശ്വസ്തരായിരിക്കണം. ആവർത്തിച്ച് പരിശുദ്ധ വചനത്തിൽ പരിശുദ്ധാത്മ പറയുന്നൊരു കാര്യമുണ്ട്. വിശ്വസ്തരാകുക, മരണം വരെ വിശ്വസ്തരാകുക. നിനക്ക് കിരീടം ലഭിക്കും, ജീവന്റെ കിരീടം കർത്താവ് തരും. ഇവിടെ എന്തൊരു കമ്മിറ്റ്മെന്റ് എന്ന് ആലോചിച്ച്. വേണമെങ്കിൽ എക്സ്ക്യൂസ് പറയാം, അത് ഈശോയാണ്, കർത്താവാണെന്ന് ആ സമയത്ത് പത്രോസിന് അറിയില്ല. ഒരു യഹൂദ റബ്ബി വേണമെങ്കിൽ പറയാം, എൻ്റെ പൊന്ന് റബ്ബി, ഞാനൊന്ന് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്ത് ഒന്ന് വിശ്രമിച്ചിട്ട് ഉച്ച കഴിഞ്ഞ് ആഫ്റ്റർനൂണിൽ വന്ന് ഞാൻ ഈ വഞ്ചി വിട്ടുതരാമെന്ന് പറയാം. പക്ഷെ ഒരു എക്സ്ക്യൂസും പറയുന്നില്ല. കർത്താവ് ആവശ്യപ്പെട്ടപ്പോൾ അനുസരിക്കുകയാണ്. അതാണ് കമ്മിറ്റ്മെന്റ്. കർത്താവ് തൻ്റെ രാജ്യത്തിന് വേണ്ടി, തൻ്റെ സഭയ്ക്ക് വേണ്ടി, തൻ്റെ വചനത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, വേൾഡ് ഇവാഞ്ചലൈസേഷന് വേണ്ടി, കർത്താവിൻ്റെ മിഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു കാര്യം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ യെസ് പറഞ്ഞ് അത് അനുസരിക്കുക. ആ അനുസരണത്തിലാണ് സമർപ്പണമുള്ളത്. ആ സമർപ്പണത്തെ കർത്താവ് മാനിക്കും. ആ നഷ്ടപ്പെടലുകളെ കർത്താവ് ആദരിക്കും. ഇവിടെ ശിമയോന് നഷ്ടമുണ്ട്, അവന്റെ സമയം നഷ്ടപ്പെടുത്തിയിട്ട് വീണ്ടും അവൻ എക്സ്റ്റെൻഡ് ചെയ്യുക. വീട്ടിൽ പോകേണ്ട സമയ, കിടന്നുറങ്ങേണ്ട സമയ, അവനെ കംഫർട്ടായിട്ട് ഇരിക്കേണ്ട സമയ, അതെല്ലാം അവൻ നഷ്ടപ്പെടുത്തുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിനെ പ്രതി, കർത്താവിൻ്റെ വചനത്തെ പ്രതി ഞാൻ വീണ്ടും ആത്മാവിൽ പറയട്ടെ, ഞാനും നിങ്ങളും എന്തൊക്കെ നഷ്ടം സഹിച്ചാലും അത് നഷ്ടങ്ങളല്ല, വലിയ ലാഭങ്ങളാണ്. അത് വലിയ ലാഭങ്ങളാണ്. കർത്താവിന്റെ പരിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുക. വലിയ ലാഭങ്ങൾ. മടുത്തു പോകരുത്, തളർന്നു പോകുന്നു, നിരാശപ്പെടരുത്. ഈ ശുശ്രൂഷ വിട്ട് നീ പോകരുത്, നീ പിന്മാറ്റത്തിലേക്ക് പോകരുത്, നീ യാന്ത്രികമായി ശുശ്രൂഷ ചെയ്യുന്നവന് ആയി തീരരുത്. ഇതൊക്കെ വളരെ ഡേഞ്ചറസ് ആണ്, അപകടമാണ്. ഒരു യന്ത്രം പോലെ കളുത്തെഴുന്നേൽക്കുന്നു, നമ്മൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു, രാത്രിയാവുന്നു, നമ്മൾ കിടന്നുറങ്ങുന്നു. അല്ല സഹോദരങ്ങളെ, ഇതെല്ലാം സ്നേഹത്തെ പ്രതി ചെയ്യണം. സ്നേഹത്തെ പ്രതി the love of Christ, ക്രിസ്തുവിന്റെ സ്നേഹം നിർബന്ധിക്കുന്നു. സമർപ്പണത്തിലേക്ക് വരാൻ, വിശ്വസ്തരാകാൻ, കർത്താവിന്റെ നാമം ഉയർത്താൻ, കർത്താവിന്റെ വചനത്തിന് സാക്ഷ്യം നൽകാൻ. പത്രോസ് അത് ഒബേ ചെയ്യണം. കർത്താവ് എന്താ ചെയ്ത് ഞാൻ പലപ്പോഴും ഇത് വായിച്ച് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ദൈവവേല ചെയ്യുന്നത് നമ്മുടെ മാനസിക അവസ്ഥ കർത്താവ് കാണുന്നു. വളരെ കഷ്ടപ്പാടിന് നടുവില പലരും ദൈവശുശ്രൂഷ ചെയ്യുന്നത്. അവർക്ക് സമയമില്ല ശരിക്കും, പക്ഷേ ആ സമയമുണ്ടാക്കി. പലപ്പോഴും ഞാൻ ചിന്തിക്കാറ്, ഇവിടെ പല സഹായങ്ങൾക്ക് വരുന്ന പല ബഹുമാനപ്പെട്ട വൈദികർ, അവർക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ സഭയിൽ നിർവഹിക്കാനുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളുടെ നടുവിലാണ് ആ ഒരു സമയം കൊടുത്ത് ഒരു എക്സ്ട്രാ ടൈം ഉണ്ടാക്കി. അതൊരു സമർപ്പണമാണ്, ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. ഇവിടെ വന്ന് തങ്ങളുടെ പൗരോഹിത്യ കരങ്ങൾ ശുശ്രൂഷയ്ക്കായി നീട്ടിത്തരുന്നു പല വൈദികരും ഇവിടെ കടന്നു വരാറുണ്ട്. സഹോദരങ്ങളെ, ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇവിടെ സമയം കൊടുക്കുന്നു, കഴിവ് കൊടുക്കുന്നു, സാധ്യതകൾ കൊടുക്കുന്നു. ഫോർ ദ ലോർഡ് ആൻഡ് ഫോർ ദ ചർച്ച്, കർത്താവിനും സഭയ്ക്കും വേണ്ടി. 4-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടെ വചനം വായിക്കണം. കർത്താവിൻ്റെ മിനിസ്ട്രി അവിടെ തീരാണ്, പബ്ലിക് മിനിസ്ട്രി തീർന്നു. കർത്താവ് വചനം പഠിപ്പിച്ചു കഴിഞ്ഞു. സംസാരിച്ചു തീർന്നപ്പോൾ കർത്താവ് എന്താ ചെയ്തത്? ശിമയോൻ പത്രോസിനെ കൈ കൊടുത്ത്, താങ്ക് യു ശിമയോനെ, ഒത്തിരി സന്തോഷമുണ്ട്, ഇനി നമുക്ക് കാണാമെന്ന് പറഞ്ഞ് ബൈ പറഞ്ഞ് പോവല്ല ചെയ്തത്.
കർത്താവിന് മനസ്സിലായി ശിമെയോന്റെ മാനസികാവസ്ഥ. നമ്മൾ അറിയുന്നൊരു കർത്താവ്, നമ്മളെ കുറിച്ച് വിചാരമുള്ള ഒരു കർത്താവ്, നമ്മളെ കരുതുന്നൊരു കർത്താവ്. ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയില്ല. എൻ്റെ കണ്ണ് നിറയെ സഹോദരങ്ങളെ. ചില സമയത്തൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്. ആരോട് പറയാൻ ഈ സങ്കടം, ആരോട് പറയാൻ ഈ ഭാരം? ഇനി പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? അതറിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവ് മാത്രം. നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. അവനെ ആശ്രയിക്കുക, അവനെ നോക്കുക, അവന്റെ സന്നിധിയിലായിരിക്കുക. പത്രോസിന് കർത്താവിന് മനസ്സിലായി, പാവം ഒരു ചെറുമീനെ പോലും കിട്ടിയിട്ടില്ല, വീട് പട്ടിണിയിലാണ്, ഒത്തിരി വേദന അവൻ്റെ ഉള്ളിലുണ്ട്, അവൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവൻ്റെ വേദനയും ആകുലതയും വിചാരവും മനസ്സിലാക്കി കർത്താവ്. രണ്ടാമത്തൊരു കാര്യം, താൻ സകലത്തിനും അതിയായ ദൈവമാണെന്ന് അവൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാ. നീ കർത്താവ് ഒരു മിഷൻ കൊടുക്കാൻ പോവുക, അതവനെ ബോധ്യപ്പെടുത്തണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ കുടുംബവും നമ്മുടെ പ്രാരാബ്ദങ്ങളും സമർപ്പിത ജീവിതത്തിൻ്റെ വെല്ലുവിളികളും പൗരോഹിത്യത്തിൻ്റെ ചലഞ്ചസ് എല്ലാം അറിയുന്നവനാ കർത്താവ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അതിനാവശ്യമായ സകല കൃപകളും കർത്താവ് തന്നെ പ്രദാനം ചെയ്യും. പാതി വഴിയിൽ ഇട്ടേച്ച് പോകുന്നവനല്ല കർത്താവ്. ഒരു വിശ്വസ്തനായ ദൈവമാണ്. വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. അവൻ തന്റെ വിശ്വസ്തതയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ് പറഞ്ഞു, ശിമെയോനെ, നീ വലതുവശത്തേക്ക് ഇനി കർത്താവ് തന്റെ ആ കെയറിംഗ് ഹാർട്ട്, തന്റെ കരുതുന്ന ഹൃദയം കാണിച്ചു കൊടുക്കാൻ പോവുക. തന്റെ ആ മിറക്കുലസ് പവർ, അത്ഭുതകരമായ ശക്തി പത്രോസിന് വെളിപ്പെടുത്താൻ പോവുക. ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറയാണ്, എമ്പിടിക്കാൻ വലയിറക്കാൻ പറയാണ്. എന്താ ചെയ്തത്? 5-ാമത്തെ വചനം പെട്ടെന്ന് വായിച്ച 5-ാമത്തെ വചനം. ശിമെയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ഇവൻ ആ നാട്ടില് മുക്കുവ പ്രമാണിയ. ആ തടാകത്തിന്റെ മുക്കും മൂലയും ഏതൊക്കെ മീനുകൾ എവിടെയുണ്ട്, ഏത് ടൈപ്പ് മീനുകൾ, ഇതെല്ലാം കൃത്യമായി അറിയുന്നവനാ. വേണമെങ്കിൽ ശിമെയോനെ പറയാം, അതെ എൻ്റെ റബ്ബി, സംഗതി വചനപഠനമൊക്കെ നന്നായിരുന്നു, ദൈവത്തിൻ്റെ വചനം നന്നായി പഠിപ്പിച്ചു, പക്ഷെ മീൻപിടുത്തത്തെ കുറിച്ച് എന്നോട് പറയണ്ട. ഞാൻ ഒരു മുക്കുവ പ്രമാണിയ, കുഞ്ഞുനാള് മുതൽ മീൻ പിടിച്ച് ഈ തടാകം മുഴുവൻ എനിക്കറിയാം. ഒരു ചെറുമീൻ പോലും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ്, ന്യായീകരണങ്ങൾ പറഞ്ഞ്, ഒഴികഴിവുകൾ പറഞ്ഞ് വേണമെങ്കിൽ അതിൽ നിന്ന് മാറാമായിരുന്നു. പക്ഷെ പത്രോസ് അനുസരിക്കുകയാണ്. തൻ്റെ മനസ്സ് പറയുന്നുണ്ട്, ഒരു മീൻ പോലും ഇവിടെ ഇല്ല. തൻ്റെ അനുഭവം പറയുന്നു, ഇത് ചെയ്യുന്നത് നീ മണ്ടത്തരാണ്. അവൻ്റെ ശരീരം പറയുന്നു, നീ വളരെ ടയേർഡാണ്, നീ ക്ഷീണിതനാണ്. പക്ഷെ ശരീരം പറഞ്ഞതോ, മനസ്സ് പറഞ്ഞതോ, അനുഭവം പറഞ്ഞതല്ല ശിമെയോൻ അനുസരിച്ചത്. കർത്താവ് പറഞ്ഞ വാക്ക് ശിമെയോൻ അനുസരിക്കുകയാണ്. എവിടെ അനുസരണം ഉണ്ടോ അവിടെയാണ് അനോയിന്റിങ്, അവിടെയാണ് അഭിഷേകം, അവിടെ കർത്താവ് പ്രവർത്തിക്കുന്നത്. കർത്താവ് നോക്കും, നമ്മുടെ അനുസരണത്തെ നോക്കും, നമ്മുടെ സമർപ്പണത്തെ നോക്കും, നമ്മുടെ വിശ്വസ്തതയെ കർത്താവ് പരിശോധിക്കും. എന്നിട്ടേ ഈ ശുശ്രൂഷയിൽ കർത്താവ് വളർത്തുകയുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു. ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളയ്ക്കുന്ന തകരകളല്ല നമ്മള്. കർത്താവ് ശരിക്കും നമ്മളെ പരിശോധിക്കും. കർത്താവ് പറഞ്ഞ വാക്ക് ശിമെയോൻ വിശ്വസിച്ചു. പരിശുദ്ധ വചനം പറയുന്നു, എന്താ വചനം പഠിപ്പിക്കുക? ശിമെയോൻ വിശ്വസിച്ചു, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. 6-ാമത്തെ വചനം പഠിപ്പിക്കുക, കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. കർത്താവിന് റിവാർഡ് കൊടുക്കുകയാണ്. പത്രോസിന്റെ സമർപ്പണത്തിന്, അവൻ്റെ കഷ്ടപ്പാടിന്, അവൻ്റെ ത്യാഗത്തിന്, അവൻ നൽകിയ സാധ്യതയ്ക്ക് അവൻ്റെ കഴിവുകൾ കർത്താവിന് കൊടുത്തു. ആ പടക വിട്ടുകൊടുത്തു, വഞ്ചി വിട്ടുകൊടുത്തു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ആത്മാവിൽ പറയട്ടെ, കർത്താവിനും അവൻ്റെ വചനത്തിന് വേണ്ടി നീ ജീവിതം കൊടുക്കുമ്പോൾ, നിന്റെ സമയം കൊടുക്കുമ്പോൾ, നിന്റെ ആരോഗ്യം കൊടുക്കുമ്പോൾ, നിന്റെ സമ്പത്ത് കൊടുക്കുമ്പോൾ, കഴിവുകൾ കൊടുക്കുമ്പോൾ, സാധ്യതകൾ കൊടുക്കുമ്പോൾ, നിന്റെ അവസരങ്ങൾ കൊടുക്കുമ്പോൾ അതൊന്നും പാഴാവില്ല. ആ സമർപ്പണത്തിനെല്ലാം വലിയ പ്രതിഫലം കർത്താവിന്റെ കരങ്ങളിലുണ്ടെന്ന് ഈ തിരുവെഴുത്ത് പഠിപ്പിക്കുക. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. സ്തുതിക്കുന്നു. അതറിയാതെ പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. നമ്മൾ ആദരിക്കുന്നവൻ, തന്റെ വചനത്തെ സ്നേഹിക്കുന്നവരെ തന്റെ ചങ്കായി ചേർത്ത് പിടിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. വല നിറച്ച് മീൻ, വഞ്ചി മുങ്ങാറാകുവോളം അവന് മനസ്സിലായി, ഇത് സാധാ യഹൂദ റബ്ബിയല്ല,
ഇത്രയും മുഖ്യ പ്രധാനിയായ ഒരു ചെറുമീൻ പോലും എനിക്ക് കിട്ടിയില്ല. ഇത്രയും മീൻ കിട്ടി. ഈ വഞ്ചി നിറയ്ക്കണമെങ്കിൽ ഇവൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്, ക്രിയേറ്റർ. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, കർത്താവേ ഞാൻ പാപിയാണ്. യെസ്, ഒരു എൻകൗണ്ടർ ഉണ്ട്. അവൻ കർത്താവിനെ കണ്ടുമുട്ടി. ഇതായിരുന്നു കർത്താവിന്റെ ആവശ്യം. ആ ഒരു എൻകൗണ്ടർ ഉണ്ടായി. കർത്താവിനെ അവൻ കണ്ടുമുട്ടി. കർത്താവ്, ഐ ആം ദ ലോർഡ്, ഞാനാണ് കർത്താവ്. ശിമയോൻ, ഇനി മുതൽ നീ മീൻ പിടിക്കുന്നവനല്ല, മനുഷ്യരെ പിടിക്കുന്നവനാണ്. തൻ്റെ ദൈവവിളിയിൽ ഉറപ്പ് കൊടുക്കാൻ കർത്താവ് നൽകിയ തെരഞ്ഞെടുപ്പിൽ അവൻ ഉറപ്പിക്കുകയാണ്, സ്ഥിരീകരിക്കുകയാണ്. നിന്റെ ഏത് ആവശ്യവും നടത്തുവാൻ ശക്തനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. എത്ര വലിയൊരു ഉറപ്പ സഹോദരങ്ങളെ. നമ്മൾ എന്തിനാ അസ്വസ്ഥരാകുന്നത്? ചെറിയ സഹനമുണ്ട്, നമുക്ക് കഷ്ടപ്പാടുണ്ട്, കണ്ണുനീരുണ്ട്, ദുരിതങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. പതറരുത്, വേദനിക്കരുത്. കർത്താവിൻ്റെ കരങ്ങളിൽ പ്രതിഫലമുണ്ട്. ഈ സത്യം മനസ്സിലാക്കി ദൈവ ശുശ്രൂഷകൾക്കായി നിങ്ങൾ മുന്നോട്ട് വരണം.